മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? ഭക്ഷണം, കിടക്കാൻ ഒരു തണൽ, ആ ഒരു ദിവസം കഴിയുമ്പോൾ സമാധാനമായി ഉറങ്ങണം, അതുപോലെ സുരക്ഷിതത്വം എന്നിവയാണ്. നമ്മുടെ രാജ്യത്ത് നമ്മൾ സുരക്ഷിതരാണോ? ഇന്ത്യ എന്ന രാജ്യം പുരോഗതിയിലേക്ക് കടക്കുമ്പോൾ ജനം സുരക്ഷിതരാണോ എന്ന് വലിയൊരു ചോദ്യം തന്നെയാണ്. അതിനൊരു ഉദാഹരണമാണ് ഇന്ത്യയുടെ ടെക് സിറ്റിയായ ബംഗളൂരുവിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. സംഭവം നടന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും ഭരണകൂടത്തിനും പോലീസിനും ആരാണ് എന്താണ് എന്നുള്ളതെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളായ SDPI, PFI പോലുള്ള സംഘടനകൾ നിരോധിച്ചിരുന്നു. എന്നാൽ ഇവരൊന്നും കർണാടകയിൽ നിന്നും മാഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇവരൊക്കെ കോൺഗ്രസിൽ സജീവമായിട്ട് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ബംഗളൂരുവിൽ കഴിഞ്ഞ ദിവസം രാമേശ്വരം കഫേയിൽ വെച്ചുണ്ടായ സ്ഫോടനം ഒരു രാഷ്ട്രീയ സ്ഫോടനമാണോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. കോൺഗ്രസ് അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇതുപോലുള്ള സംഭവ പരമ്പരകൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുണ്ടായത് കഴിഞ്ഞ ദിവസം വിധാനസൗധയിൽ ഉണ്ടായ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന് തുടർച്ചയായാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഒരു കോൺഗ്രസ് MPയുടെ അനുയായികൾ തന്നെ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് അത് സർക്കാർ മറച്ചു വെക്കുന്നു. ഇത് കോൺഗ്രസിന് കൊടുത്ത ഒരു വാണിംഗ് തന്നെയാണോ? ശിവമോഗയിൽ നടന്ന കമ്മ്യൂണൽ ക്ലാഷിന് തുടർച്ചയാണോ ഇതൊന്നും ഒരു ചോദ്യം തന്നെയാണ്. എൻ്റെ ചോദ്യം ഇതാണ്: ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്ഫോടനമാകട്ടെ, വ്യവസായപരമായ വൈരാഗ്യമാകട്ടെ, അല്ലെങ്കിൽ വർഗീയത പുറപ്പെടുവിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രവാദ സ്ഫോടനമാകട്ടെ, ഒരു ദിവസത്തെ ജനജീവിതം സ്തംഭിപ്പിച്ചിട്ട് ഇവർക്ക് എന്ത് നേടാനാണുള്ളത്? ഒരു ദീപാവലി പടക്കം പൊട്ടിക്കുന്നത് ലാഘവത്തോടെ കുറച്ച് നിരപരാധികളുടെ ജീവൻ അപഹരിച്ചിട്ട് വളരെ ക്രെഡിറ്റോടെ ഇത് ചെയ്തത് ഞങ്ങളാണ്, പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ എന്ന് ഒരു ഹിന്റ് കൊടുത്തിട്ട് പോവുക. ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ, അതായത് സമാധാനപരമായി പോകുന്ന ഒരു പ്രദേശത്ത്, അതും പ്രതിമാസം 4 കോടിക്ക് മുകളിൽ വരുമാനമുള്ള ഒരു ഭക്ഷണശാലയിൽ ഒരു തീപ്പൊരി വീഴ്ത്തുമ്പോൾ പല രീതിയിലേക്കും ഇതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ കഴിയും. അതായത് CCTV ഫുട്ടേജിൽ വ്യക്തമായി പതിഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ മാനറിസം ഒരു പ്രത്യേക സംഘടനയുമായി ബന്ധമുള്ളതാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് ആ പ്രതിയാണെന്ന് സംശയിക്കുന്ന വ്യക്തിയിൽ നമ്മൾ കണ്ടത്. ഒരു അറിയപ്പെടുന്ന വ്യവസായ സ്ഥാപനം ആയതിനാൽ തന്നെ വ്യവസായ വൈരാഗ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന സ്ഥാപനം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഫേമസ് ആണ്. അതിനാൽ തന്നെ ഒരുപാട് ശത്രുക്കളും ഇതുപോലുള്ള സ്ഥാപനത്തിന് നിലനിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഉയർന്നു വരുന്ന സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കുന്ന ഒന്നാണ് ശത്രുത, നമുക്കറിയാം. ഇത് ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. ശരിക്കും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ജനത്തെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യമാണോ എന്ന് പറയുമ്പോൾ ഒരു സമാധാനപരമായി പോകുന്ന അന്തരീക്ഷത്തിൽ പെട്ടെന്നൊരു ദിവസം ബോംബ് പൊട്ടുന്നു, ജനജീവിതം സ്തംഭിപ്പിക്കുന്നു, പിന്നീട് ജനത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ഇതിന് പിന്നിലെ കൈകൾ രാഷ്ട്രീയമാണോ, അല്ലെങ്കിൽ ലഷ്കർ തൊയ്ബ പോലുള്ള ഭീകരവാദി സംഘടനകളാണോ, അതുമല്ലെങ്കിൽ മുതലാളിമാർ തമ്മിലുള്ള വ്യവസായ വിദ്വേഷമാണോ? അങ്ങനെ പലതും. ഇത്തരം കുറ്റകൃത്യങ്ങൾ സർക്കാർ നിസ്സാരവൽക്കരിക്കുകയല്ലേ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. മംഗളൂരിൽ ഉണ്ടായിട്ടുള്ള അതേ സമാനമായ സ്ഫോടനം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മംഗളൂരുവിൽ അത് പ്രഷർ കുക്കർ കണ്ടെയ്നർ ആയിരുന്നുവെങ്കിൽ ഇവിടെ ബാംഗ്ലൂരിൽ അത് ടിഫിൻ ബോക്സ് കണ്ടെയ്നർ ആണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെയും തീവ്രവാദ സ്വഭാവമുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. കോൺഗ്രസ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം സമാധാനത്തിന് സ്ഥിരതയിലും പ്രകടമായിട്ടുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. തീവ്രവാദ ബന്ധമുള്ളവരെ ശിവമോഗയിൽ നിന്ന് അറസ്റ്റ് ചെയ്തതും ആശങ്ക ഉയർത്തിയിട്ടുള്ള കാര്യം തന്നെയാണ്. കർണാടകയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വത്തിന്റെയും അല്ലെങ്കിൽ സംരക്ഷണത്തിന്റെയും ഒരു ഉറപ്പ് കോൺഗ്രസ് സർക്കാർ ആദ്യം ഉറപ്പാക്കണം. ദക്ഷിണേന്ത്യയിലെ കർണാടക സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിരവധി പ്രമുഖ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെയും ആസ്ഥാനമുള്ളത് നമുക്കറിയാം. ബാംഗ്ലൂർ എന്നത് ബ്രാൻഡാണ് ഇന്ത്യയുടെ. അതിനെ ഒരു ബോംബ് ബാംഗ്ലൂരാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന പങ്കും കോൺഗ്രസിന് തന്നെയാണോ? കോൺഗ്രസ് എവിടെ അധികാരത്തിൽ എത്തിയാലും ഭീകരവാദികളും ദേശവിരുദ്ധരും തലപൊക്കും, പതിവാണ്. ഇനി
ഏതൊരു രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിൽ വന്നുകൊള്ളട്ടെ, വലിയ വികസന വാഗ്ദാനമൊന്നും മറ്റും നൽകുന്നതിന് പകരം സുരക്ഷിതത്വം എന്ന ഒരു ഉറപ്പ്, ഒരു മാനുഷിക പരിഗണനയായി സർക്കാർ ജനത്തിന് നൽകേണ്ടതുണ്ട്.